ഇന്ന് അമ്പലത്തിലേക്കാണ് പോകുന്നത്. ശ്രീ പാലോറ ശിവക്ഷേത്രം. ഇത് വരുന്നത് കോഴിക്കോട് പാലോറ മല ജംഗ്ഷൻ, അതായത് പുതിയ ബൈപ്പാസില്ലേ, ബൈപ്പാസിൻ്റെ സൈഡിലായിട്ട് പാലോറ ജംഗ്ഷനിൽ വൈറ്റ് ഹൗസിൻ്റെ അടുത്തുനിന്ന് ലെഫ്റ്റിലേക്കുള്ളൊരു വഴിയുണ്ട്. കുറേ പേർക്കൊക്കെ നന്നായിട്ട് പരിചയം ഉണ്ടാവും. പക്ഷേ ഇവിടുത്തെ കുളം ഭയങ്കര ഫേമസാണ്. നമുക്ക് നീന്താൻ വരാൻ പറ്റും. ഫ്രണ്ടിൽ തന്നെ വലിയൊരു ആൽമരമാണ്. ആൽമരം തരുന്നൊരു പോസിറ്റീവ് എനർജി, അതിങ്ങനെ നോക്കിയിരിക്കാനും ഇളകുന്നത് കാണാനും ഒക്കെ നല്ല രസമാണല്ലോ. അപ്പം ആദ്യം അമ്പലത്തിൽ വന്നു, ആദ്യം ആലിനൊരു പ്രദക്ഷിണം ചെയ്തു. നല്ലൊരു ഫീലാണ് അതിൻ്റെ അടിയിൽ, ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ്. അപ്പോൾ അവിടെ ഒരു കുറേ അയ്യപ്പന്മാരൊക്കെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ശബരിമല സീസൺ ആണല്ലോ. അപ്പോൾ ബൈപ്പാസിൽ കൂടെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു അമ്പലം ആയതുകൊണ്ടായിരിക്കും ഇവിടെ എപ്പോഴും ഉണ്ടാകും. ശബരിമല സീസണിൽ ഒരുപാട് സ്വാമിമാർ വരുന്നുണ്ടാവും. അപ്പോൾ അവരുടെ വണ്ടിയാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൻ്റെ റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പണിയാണ് അവിടെ മുഴുവൻ സാധനങ്ങളും. ഇത് പാത്രമാണ്, പാൽപ്പായസം ബുക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള പാത്രവും അതിൻ്റെ സൗണ്ടാണ് ടിങ് 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 എന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നടന്ന് ഈ അമ്പലത്തിന് പ്രത്യേകത ഉണ്ട്. ഇത് പടിഞ്ഞാറ് ഭാഗത്തോട്ടാണ് ഇതിൻ്റെ ദർശനം കിട്ടുന്നത്. അതൊരു പ്രത്യേകതയാണെന്നാണ് പറയുന്നത്, അറിയില്ല. ഇതാണ് ഫ്രണ്ടിലുള്ള ഇത്. പിന്നെ ഉള്ളിൽ പോയി തൊഴുതു, പ്രസാദം കിട്ടി, പായസം കിട്ടി. പിന്നെ അവിടെ നമുക്ക് എല്ലാവർക്കും പ്രസാദം എടുക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ കുളം. ഇവിടുത്തെ കുളം ഭയങ്കര രസമാണ്. നല്ല പച്ച കളറിൽ, നല്ല വീതിയും നീളവും അത്യാവശ്യം ആഴവും ഉണ്ട്. നല്ല നീന്തൽ അറിയുന്നവർ മാത്രം വന്നാൽ മതി. ടൈം റെസ്ട്രിക്ഷൻസ് ഉണ്ട്. രാവിലെ കുറച്ച് സമയം, വൈകുന്നേരം എത്ര സമയം എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കുമ്പോൾ നേരത്തെ വന്ന ആ സ്വാമിമാരാരോ ആണ് അവിടെ നീന്തി തുടിക്കുന്നുണ്ട്. അവരെടുക്കാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല, പക്ഷെ അവരുടെ ആവേശവും കാണാൻ നല്ല രസമുണ്ടായിരുന്നു. നല്ല വെള്ളത്തിലിരുന്ന് അവർ നീന്തി തുടിച്ച് ക്ഷീണമൊക്കെ മാറ്റി പോയി. പിന്നെ അവിടെയൊക്കെ തൊഴുത് ഇറങ്ങി. ഇവിടെ ഒരു ബ്രഹ്മരക്ഷസിൻ്റെ ഒരു തൊഴുന്ന സ്ഥലവും അപ്പുറത്ത് അയ്യപ്പൻ്റെ മണ്ഡപവുമാണ്. അത് കഴിഞ്ഞ് ഈ താഴോട്ട് ഇറങ്ങി പോകുന്നത് സർപ്പക്കാവാണ്. അവിടെയും നല്ല രസമാണ്. ഈ കുറച്ച് സ്റ്റെപ്പ് ഇറങ്ങണം താഴോട്ട്. ഈ ആ സർപ്പക്കാവിൻ്റെ ഫ്രണ്ടിലുമായിട്ട് ഒരു വലിയ പന്തലുണ്ട്. അതിൻ്റെ മുകളിൽ നിറയെ ചെടിയൊക്കെ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് കരിയിലൊക്കെ ഉണങ്ങി കിടക്കുന്ന കാണാൻ നല്ല ഭംഗിയാണ്. അവിടെ എന്തൊക്കെയോ ചെടികളും ഒക്കെ കുഴിച്ചിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഏരിയ കാണാൻ. അങ്ങനെ അവിടെയും തൊഴുതു തിരിച്ചു മെല്ലെ നടന്നു. തിരിച്ചു വരുമ്പോൾ ഈ അമ്പലത്തിൻ്റെ നെക്സ്റ്റ് അട്രാക്ഷനാണ് ഒരു നന്ദി ഉണ്ട് ഇവിടെ. നന്ദി, ഒരു കാളയില്ലേ, ശിവൻ്റെ കാളയാന്ന് തോന്നുന്നു. അതാണ് ഇവിടുത്തെ നെക്സ്റ്റ് അട്രാക്ഷൻ. അതിനെയും കണ്ട് പായസവും ഒക്കെ ആയിട്ട് തിരിച്ചിറങ്ങി. ആൾ നല്ല സുന്ദര കുട്ടപ്പനാണ്. അവിടെ കുറച്ച് സൺലൈറ്റൊക്കെ അടിച്ച് നല്ല സ്റ്റൈലായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ അവനെയും കണ്ടു. ചില ദിവസം അവനെ കുറച്ച് പുല്ല് കൊടുക്കാനൊക്കെ ഉണ്ടാവും അവിടെ, അതൊക്കെ കൊടുക്കും. ഇന്നിപ്പോൾ അതിനൊന്നും നിന്നില്ല. അത് കഴിഞ്ഞിട്ട് തൊഴുത് വീട്ടിലേക്ക് പോയി.